നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു വെളിച്ചക്കുറവ് ഉണ്ടാവാം വീഡിയോയിൽ. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ റെഡിൽ അടച്ച ഒരു ദിവസമായിരുന്നു. ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് വരുമ്പോൾ നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ ഇന്ന് ഫോളായി. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് പക്ഷേ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഓസ്ട്രേലിയയുടെ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ് ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു, വീക്കാണ്. അതുകൊണ്ട് തന്നെ ഏഷ്യൻ സൈഡിൽ നിന്ന് ഓസ്ട്രേലിയ മാത്രമാണ് റെഡിൽ അടച്ചിട്ടുള്ളൂ. ബിറ്റ് കോയിൻ വീണ്ടും 70,000 എന്ന റേഞ്ചിലേക്ക് തിരികെ എത്തി. ഗോൾഡും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ന് $25 പെർ ഔൺസ് റാലി രേഖപ്പെടുത്തി 22,000 എന്ന റേഞ്ചിലെത്തി. നാളെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഉള്ളത്. മന്ത്ലി എക്സ്പയറി ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതെല്ലാം നിഫ്റ്റിയോടൊപ്പം തന്നെ വ്യാഴാഴ്ചയായിരുന്നുവെങ്കിൽ ഇനി മുതൽ മന്ത്ലി എക്സ്പയറിയും ബാങ്ക് നിഫ്റ്റിയുടെ ബുധനാഴ്ചയാക്കി നിലനിർത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിക്കുമ്പോൾ നിഫ്റ്റി ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് 21,950 സപ്പോർട്ട് എടുത്തതിനു ശേഷം സസ്റ്റെയിൻ ചെയ്ത് 22,019 നിഫ്റ്റി ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് നിഫ്റ്റി 22,000 മുകളിൽ അറ്റ്ലീസ്റ്റ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 92 പോയിൻറ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് ഇടിഞ്ഞു. സെൻസെക്സ് 361 പോയിൻറ്റ് ഇടിഞ്ഞു. ബാങ്ക് നിഫ്റ്റി 263 പോയിൻറ്റിൻ്റെ ഇടിവുണ്ടായി. NSEയിൽ 700 കമ്പനീസ് മാത്രം ഗെയിൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. 1523 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ നടന്നു. നിഫ്റ്റിയിൽ മിടുക്കന്മാർ എന്ന് ബജാജ് ഫിനാൻസ്, ഹിൻഡൽകോ, ബ്രിട്ടാനിയ, അദാനി പോർട്ട്, L&T 1.25 മുതൽ 2.5% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ പവർ ഗ്രിഡ്, ഐഷർ മോട്ടോഴ്സ്, എയർടെൽ, വിപ്രോ, കൊടാക് മഹീന്ദ്ര തുടങ്ങിയ കമ്പനീസ് 1.5% മുതൽ 2% വരെയുള്ള ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത മാർക്കറ്റ് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് കിട്ടിയതെങ്കിൽ കൂടിയും 3 ദിവസത്തിൻ്റെതായ ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഒന്നും ഉണ്ടാവാതെ ഒരു 60 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഡൗൺ മാത്രമാണ് ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ മാർക്കറ്റ് ട്രേഡിംഗ് ഇല്ലാതിരിക്കുകയും ഗ്ലോബൽ മാർക്കറ്റ് ട്രേഡിംഗ് ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പൊസിഷൻ എടുക്കുന്നത് വളരെയധികം ഡേഞ്ചറാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്നത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ മാർക്കറ്റ് വളരെയധികം ഫ്ലാറ്റ് ആയ പോലെയാണ് ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടൈം ഡിക്കിയുടെ ബെനിഫിറ്റ് കിട്ടിയ ആളുകളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മൾക്ക് ഇന്നത്തെ മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട ന്യൂസുകൾ നോക്കാം. ഡോക്ടർ ലൽപത് ലാബ് കമ്പനി, ഡോക്ടർ ലൽപത് ലാബിന് ഡബിൾ അപ്ഗ്രേഡ് കൊട്ടാക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ബ്രോക്കറേജ് സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ചു. ഇൻഡിഗോ കമ്പനി, മോർഗൻ സ്റ്റാൻലി ഇൻഡിഗോനെ അപ്ഗ്രേഡ് ചെയ്തത്. അതുമാത്രമല്ല, ഇന്ത്യയിലെ ഏവിയേഷൻ ആ ഒരു ഇൻഡസ്ട്രി ഇപ്പോൾ അവധി ദിവസങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ എയർ ട്രാഫിക് കൂടുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. സവിത ഓയിൽ ടെക്നോളജി കമ്പനി, SPU മ്യൂച്വൽ ഫണ്ട് കമ്പനി, സവിത ഓയിൽ ടെക്നോളജിയുടെ ഏകദേശം 3% സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ഡീലിലൂടെ ഇന്ന് സവിത ഓയിൽ ടെക്നോളജി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അദാനി പോർട്ടും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഏകദേശം ഇവർ 95% ഗോപാൽപൂർ പോർട്ടിലെ 1,349 കോടി രൂപ മുടക്കി അക്യൂർ ചെയ്തിരുന്നു. നമ്മൾ ന്യൂസ് ഷെയർ ചെയ്തതാണ്. അവന്യൂ സൂപ്പർ മാർക്കറ്റ്, ICICI സെക്യൂരിറ്റീസ് ഇന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അവന്യൂ സൂപ്പർ മാർക്കറ്റിന്. IPO വരുമ്പോൾ എയർടെലിൻ്റെ ഭാരത് ഹെക്സ്കോൺ എന്ന് പറയുന്ന കമ്പനി 542 രൂപ, 570 രൂപയാണ് പ്രൈസ് റേഞ്ച് ഉള്ളത്. ഏപ്രിൽ 3-ാം തീയതി ഓപ്പൺ ആവും. അപ്പോൾ എന്നാണ് കമ്പനികളുടെ IPO ഉള്ളത്, കമ്പനികളുടെ ഡിവിഡൻറ്റിൻ്റെ ഡേറ്റ് എന്നാണ്, എത്ര രൂപ ഡിവിഡൻറ്റ് കിട്ടുമെന്നുള്ളതൊക്കെ നമ്മളുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ട്രേഡ് ബഡ്ഡി ആൻഡ്രോയിഡ് ആപ്പും ഉണ്ട്. അതല്ലെങ്കിൽ മൊബൈൽ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് വളരെ ₹1 പോലും കൊടുക്കാതെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ കളക്ട് ചെയ്യാം. വെൽസ്പൻ കോർപ്പറേഷന് സൗദി അറേബ്യയിലുള്ള അരാംകോയുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഓർഡർ ക്യാൻസൽ ചെയ്തു. എങ്കിൽ കൂടിയും ഫർദർ ആയിട്ടുള്ള 512 കോടി രൂപയുടെ ഓർഡർ സൗദി അറേബ്യയിൽ നിന്ന് കിട്ടി, പക്ഷേ അരാംകോയിൽ നിന്നല്ല. റൈറ്റ് കെയിൻ കമ്പനി സ്പെയിൻ ബേസ്ഡ് ആയിട്ടുള്ള സമ്മർ വിൻഡ് GSA ആയിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. റൈറ്റ് ഗെയിൻ ഈ ഒരു ട്രാവൽ മേഖലയിൽ ഈ ഒരു ഫെസിലിറ്റീസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന, എയർപോർട്ട് ലോഞ്ചിങ് സർവീസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. മാരുതി സുസുക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളാണ്. മാരുതി സുസുക്കി എന്ന് പറയുന്ന കമ്പനിയുടെ ജോയിൻറ്റ് വെഞ്ചറാണ് മാരുതി സുസുക്കി. പക്ഷേ ഇന്നൊരു മൈൽ സ്റ്റോൺ മാരുതി കമ്പനി നേടി. കാരണം ഇവിടെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള സുസുക്കിയുടെ മാർക്കറ്റ് ക്യാപ്പിനേക്കാളും 2 മടങ്ങാണ് മാരുതിയുടെ മാർക്കറ്റ് ക്യാപ്പ്. അതായത് സുസുക്കിയുടെ മാർക്കറ്റ് ക്യാപ്പ് 22 ബില്യൺ ആണെങ്കിൽ മാരുതിയുടെ മാർക്കറ്റ് ക്യാപ്പ് 46 ബില്യൺ ആണ് എന്നുള്ള സുപ്രധാനമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. RVNL കമ്പനി ഇന്ന് ഗെയിൻ ആയിട്ടുണ്ട്. നമ്മൾ പ്രീ മാർക്കറ്റിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഓർഡർ RVNL കിട്ടി. IFLും JM ഫിനാൻസും 2 കമ്പനിയും ഇന്ന് ഫോളോ ആയിട്ടുണ്ട്. പ്രധാനമായിട്ടും
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സ്പെഷ്യൽ ഓഡിറ്റ് ഈ 2 കമ്പനിയിലും നടത്തും എന്നുള്ളൊരു ന്യൂസാണ് ഫർദറായിട്ട് ഫോളോ ആയിട്ടുള്ളത്. തേജസ് നെറ്റ്വർക്ക് കമ്പനി ടാറ്റ ഗ്രൂപ്പിൻ്റെ സബ്സിഡിയറി കമ്പനിയാണ് തേജസ് നെറ്റ്വർക്ക് കമ്പനി. ഇവർ ഈജിപ്തിലുള്ളൊരു ടെലകോം കമ്പനിയായിട്ട് ഈജിപ്ഷ്യൻ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. പ്രതാപ് സ്നാക്സ് കമ്പനി ജമ്മു ആൻഡ് കാശ്മീരിൽ ഉള്ള ഇവരുടെ പുതിയ യൂണിറ്റിൽ നിന്ന് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ടെക്നോക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് കമ്പനി ഇവരും മഹാരാഷ്ട്രയിലെ ഇവരുടെ പുതിയ യൂണിറ്റിൽ നിന്ന് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ഗെയിൽ ഇന്ന് ആക്ച്വലി പോസിബിൾ ക്ലോസ് ചെയ്ത് ഓൾമോസ്റ്റ് 4% റാലി രേഖപ്പെടുത്തിയ കമ്പനിയുടെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്റ്റ് ഏപ്രിലിൽ അവർ ലോഞ്ച് ചെയ്യും. സോം ഡിസ്റ്റിലറീസ് കമ്പനി ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ഇവരുടെ എക്സിസ്റ്റിംഗ് പ്ലാന്റിൻ്റെ എക്സ്പാൻഷൻ എല്ലാം തന്നെ കമ്പനി അപ്രൂവ് ചെയ്തു. MBL ഇൻഫ്ര എന്ന് ഗെയിൻ ചെയ്ത കമ്പനിയാണ്. കമ്പനിക്ക് ഈ 15 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ന്യൂസ് മാത്രം ഷെയർ ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ആദ്യം ഏറ്റവും താഴെ കാണാം ഇന്ത്യ വിക്സ് 5% സ്പൈക്ക് ചെയ്ത് 12.82. MOX റഷ്യൻ മാർക്കറ്റ് റെഡിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റിൽ FTSE UK മാർക്കറ്റ് റെഡിലാണ്. ഫ്രാൻസ് ഗ്രീനാണ്. ജർമ്മൻ പോസിറ്റീവാണ്. ബിറ്റ്കോയിൻ കാണാം റാലിയാണ്. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവിൽ അടച്ചു. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $25 ഉയർന്നത് കാണാൻ സാധിക്കും. നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണുള്ളത്. PCR 0.8 ആണ്. നിഫ്റ്റിയുടെ എക്സ്പയറി നിയർ 1 ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി 0.8 ആണ്. ഇപ്പോൾ സ്പോട്ട് ഉള്ളത് 46,600 ആണ്. ഫസ്റ്റ് റെസിസ്റ്റൻസ് 46,700 ആണ്. കോള് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണം കൂടുതൽ കാണാൻ സാധിക്കും. ഈവൻ 46,000 മേജർ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് ഇപ്പോൾ കാണുന്ന കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. നാളെ എല്ലാ ദിവസവും രാവിലെ 7:00ക്കാണ് നമ്മുടെ പ്രീ മാർക്കറ്റ് ന്യൂസ് ഉള്ളത്. പുത്തൻ ന്യൂസാണ്. നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞ ന്യൂസൊന്നും നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ പറയാറില്ല. പുതിയ ഏകദേശം ഒരു 10-15 ന്യൂസുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ പ്രീ മാർക്കറ്റിലാണ് ഗ്ലോബൽ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ഈവൻ നമ്മുടെ ADR സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എല്ലാം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് അറിയാനായിട്ട് അത് പ്രീ മാർക്കറ്റ് കാണാൻ ശ്രമിക്കുക. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബ് ചെക്ക് ചെയ്തതിന് ശേഷം ഒരുപാട് ഇൻഫർമേഷൻസ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ₹1 പോലും സബ്സ്ക്രിപ്ഷൻ വാങ്ങാതെയാണ് നമ്മുടെ ആപ്പുകളെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ചാനൽ എല്ലാ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി. വീണ്ടും താങ്ക് യു.